ഭിക്ഷക്കാരെ പ്രോത്സാഹിപ്പിക്കരുത്. സൗദിയിൽ നിന്നും പണം കടം വാങ്ങിയ കാര്യം പരസ്യമായി അറിയിച്ചതിന് പിന്നാലെ പാകിസ്ഥാന് സമൂഹ മാധ്യമങ്ങൾ വൻ ട്രോളുകളാണ്. ഇറാനെതിരായ യുദ്ധത്തിന് ശേഷം സൗദിക്ക് സൈനിക സുരക്ഷ നൽകിയതിന് പിന്നാലെ പാകിസ്ഥാന് $2 ബില്യൺ ലഭിച്ചു. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ തകർന്ന സമ്പദ് വ്യവസ്ഥയിൽ കടം വാങ്ങുന്നത് ആഘോഷിക്കുകയാണെന്ന് ആരോപിച്ച് രാജ്യത്തിന് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പരിഹാസമാണ് നേരിടേണ്ടി വന്നത്. അതിരൂക്ഷമായ സാഹചര്യത്തിൽ നിലകൊള്ളുമ്പോഴാണ് വീണ്ടും ഒരു കടമെടുപ്പിന് പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നത്. പാകിസ്ഥാനെ ദാരിദ്ര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിട്ടതിന്റെ പ്രധാന കാരണം ഷഹബാസ് ഷെരീഫിന്റെ ഭരണ പരാജയമാണെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇറാനെതിരെ US-ഇസ്രായേൽ സംയുക്ത യുദ്ധം 40-ാം ദിവസം പാക് മധ്യസ്ഥ ശ്രമത്തെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് പോയത്. യുദ്ധത്തിൽ സൗദി, ഒമാൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾക്കും വലിയ പരിക്കുകൾ സംഭവിച്ചു. പാക് മധ്യസ്ഥ ശ്രമത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സൈനിക കരാർ അനുസരിച്ച് പാക് സൈന്യം സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്കായി സൗദിയിലെത്തി. ഏതാണ്ട് 18,000 പാക് സൈനികരാണ് സൗദിയിലെത്തിയത്. ഇതിന് പിന്നാലെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ സൗദി അറേബ്യയിൽ നിന്നും $2 ബില്യൺ തങ്ങൾക്ക് ലഭിച്ചെന്ന് ട്വീറ്റ് ചെയ്തത്. എന്നാൽ ആ ട്വീറ്റ് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്രയേറെ ട്രോളുകളും പരിഹാസവും ട്വീറ്റിന് താഴെ നിറഞ്ഞു. 2026 ഏപ്രിൽ 15 മൂല്യ തീയതിയിൽ സൗദി അറേബ്യയിലെ ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ $2 ബില്യൺ ഫണ്ട് സ്വീകരിച്ചു. SBPയുടെ ഔദ്യോഗിക എക്സ് പ്രൊഫൈലിലെ ട്വീറ്റിൽ അറിയിച്ചു. പിന്നാലെ ട്വീറ്റിന് താഴെ നിരവധി പേരാണ് സൗദി അറേബ്യയെ ഉപദേശിക്കാൻ എത്തിയത്. മിക്ക ആളുകളും ഭിക്ഷക്കാരെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന സൗദിയോട് ആവശ്യപ്പെട്ടു. മറ്റ് ചിലർ ദുരന്തർ എന്ന ഇന്ത്യൻ സിനിമയുടെ ക്ലിപ്പുകളും ചിത്രങ്ങളും ഉപയോഗിച്ചായിരുന്നു ട്രോളുകൾ നിർമ്മിച്ചത്. ഒരു കാഴ്ചക്കാരൻ ചോദിച്ചത് വായ്പകൾ ആഘോഷിക്കുകയാണോ എന്നായിരുന്നു. ഇത് എത്ര കാലം തുടരും ഈ നാണക്കേട് എന്നായിരുന്നു മറ്റൊരു കുറിപ്പ്. അത്ര അഭിമാനത്തോടെ പ്രഖ്യാപിക്കേണ്ട കാര്യമല്ലെന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരൻ കുറിച്ചത്. മറ്റൊരാൾ നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കുമ്പോഴെല്ലാം കൈയടിക്കുന്നത് സങ്കല്പിക്കുക. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ താഴ്ന്നു, ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോഴും കടം വാങ്ങിയ പണത്തിന്മേലുള്ള അതേ ആഘോഷങ്ങൾ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മറ്റൊരു കാഴ്ചക്കാരൻ കുറിച്ചു. കഴിഞ്ഞ വർഷങ്ങളായി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നിട്ട് ഇറാൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ പെട്രോൾ വില ലിറ്ററിന് 300 കടന്ന് 400ലേക്ക് പ്രവേശിച്ചു. പാകിസ്ഥാനിൽ ഇപ്പോൾ ചെറിയ കുപ്പികളിലായി 50 രൂപയുടെയും 100 രൂപയുടെയും പെട്രോൾ കുപ്പികൾ ബ്ലാക്കിൽ വിൽപ്പനയ്ക്ക് എത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ യുദ്ധത്തിന് മധ്യസ്ഥ വഹിച്ച ഇസ്ലാമാബാദിലെ ഹോട്ടൽ സർക്കാർ പണം തന്നിട്ടില്ലെന്ന് പറഞ്ഞതും വാർത്തയായിരുന്നു. മധ്യസ്ഥ ശ്രമത്തിന് ചിലവായ പണത്തിനായി പാകിസ്ഥാൻ UN-നോട് അപേക്ഷിക്കാൻ പോവുകയാണെന്നും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് സൗദി അറേബ്യയുടെ പണം ലഭിച്ചെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ അറിയിച്ചത്. അതേസമയം സൗദി അറേബ്യ കൂടുതൽ ഫണ്ടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വരും ആഴ്ചയിൽ വിതരണം പ്രതീക്ഷിക്കുന്നെന്നും പാകിസ്ഥാൻ ധനകാര്യ മന്ത്രാലയം ബുധനാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു. മന്ത്രി മുഹമ്മദ് ഔറംഗസേബിനെ ഉദ്ധരിച്ച് നിലവിലുള്ള $5 ബില്യൺ നിക്ഷേപവും ഇത് നീട്ടി. അത് മുൻപത്തെ വാർഷിക റോൾ ഓവർ ക്രമീകരണത്തിന് ഇനി വിധേയമാകില്ല. ഈ മാസം ആദ്യം UAE-യിൽ നിന്നും $3 ബില്യൺ വായ്പ തിരിച്ചടയ്ക്കണമെന്ന അപ്രതീക്ഷിത ആവശ്യം ഉയർന്നതിനെ തുടർന്ന് സാമ്പത്തിക രക്ഷാമാർഗം പാകിസ്ഥാന്റെ ഖജനാവിന് വളരെയധികം ആവശ്യമായ ഒരു ഉത്തേജനം നൽകുന്നു. 7 വർഷത്തിനിടെ ആദ്യമായി കടം തിരിച്ചടയ്ക്കുന്നതിന് ഗൾഫ് രാജ്യവുമായി ഒരു കരാറിൽ എത്തുന്നതിൽ ഇസ്ലാമാബാദ് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ ആവശ്യം ഉയർന്നത്. ഈ മാസം അവസാനത്തോടെ പാകിസ്ഥാൻ തുക അടയ്ക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.